ഹായ് മക്കളെ, എല്ലാവർക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിന്റെ മോഡൽ ചോദ്യപേപ്പർ ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 4ാം ക്ലാസ്സിലെ മലയാളത്തിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ ചാനലിൽ കയറിയിട്ട് ആ വീഡിയോ കണ്ടു നോക്കണേ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. നമുക്കിവിടെ ഒരു വായിക്കാനായിട്ടൊരു കഥ തന്നിട്ടുണ്ട്. വായിച്ചു നോക്കൂ. ഉണ്ണിക്കുട്ടൻ കരിക്കട്ട എടുത്തു. മൺചുമരിൽ നേരത്തെ വരച്ച എലിയുടെയും പൂച്ചയുടെയും തത്തയുടെയും ഇടയിൽ മറ്റൊരു ചിത്രം കൂടി വരച്ചു. തൊപ്പിവെച്ച് നീണ്ട താടിയും കയ്യിൽ മാന്ത്രിക വടിയുമായി നിൽക്കുന്ന മാന്ത്രികന്റെ ചിത്രം. നല്ലൊരു ചായ പെൻസിൽ വേണമെന്ന ആഗ്രഹം ഉണ്ണിക്കുട്ടനുണ്ട്. പക്ഷേ ഈ മോഹം അവൻ ആരോട് പറയും? തനിക്ക് ഭക്ഷണം തരാൻ തന്നെ പാടുപെടുന്ന മുത്തശ്ശിയോടോ? മോഹം ഉള്ളിലൊതുക്കി അവൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ ഒരു സ്വപ്നം അവനെ തേടിയെത്തി. അതാ പുകച്ചുരുളുകളിൽ നിന്ന് ഒരു താടിക്കാരൻ പ്രത്യക്ഷപ്പെടുന്നു. ഉണ്ണിക്കുട്ടൻ നേരത്തെ വരച്ച അതേ മാന്ത്രികൻ. ചുമരിലെ ചിത്രം പതുക്കെ ഇളകി. നേർത്ത മൂടൽ മഞ്ഞുപോലെ മാന്ത്രികൻ ചിത്രത്തിൽ നിന്നിറങ്ങി ഉണ്ണിക്കുട്ടന്റെ മുന്നിലെത്തി. ഒരു സ്വർണ്ണ പെൻസിൽ അവന് സമ്മാനിച്ച് അപ്രത്യക്ഷനായി. ഞെട്ടുണർന്നപ്പോൾ മാന്ത്രികനെ കാണാനില്ല. അതാ സ്വർണ്ണ പെൻസിൽ മുന്നിൽ. ഇത് സത്യമാണോ? ഉണ്ണിക്കുട്ടന് വിശ്വാസം വന്നില്ല. ചുമരിൽ അവൻ സ്വർണ്ണ പെൻസിൽ കൊണ്ട് ഒരു പൂച്ചയുടെ ചിത്രം വരച്ചു. തീരേണ്ട താമസം പൂച്ച ചെവിയിളക്കി, വാലിളക്കി, മീശമിനുക്കി ചുമരിൽ നിന്ന് മെല്ലെ ഇറങ്ങി വന്നു. മ്യാവു എന്ന് കരഞ്ഞുകൊണ്ട് ഉണ്ണിക്കുട്ടന്റെ കാലിൽ മുഖമുരസി പൂച്ച നടന്നുപോയി. അവൻ പിന്നെ കാക്കയുടെയും കുരങ്ങന്റെയും ചിത്രം വരച്ചു. നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നോക്കൂ. ചോദ്യം എ. ഉണ്ണിക്കുട്ടന്റെ ആഗ്രഹം എന്തായിരുന്നു? ഒരു സ്വർണ്ണവടി വേണം, ഒരു മാന്ത്രിക വടി വേണം, ഒരു നല്ല ചായ പെൻസിൽ വേണം, ഒരു പുതിയ വീട് വേണം. ഒരു നല്ല ചായ പെൻസിൽ വേണം എന്നതാണ് ഉത്തരം. ചോദ്യം ബി. ചായ പെൻസിൽ വേണം എന്നുള്ള മോഹം ഉണ്ണിക്കുട്ടൻ ആരോടും പറയാത്തത് എന്തുകൊണ്ട്? പെൻസിലുകൾ ഇഷ്ടമല്ലാത്തത് കൊണ്ട്, മുത്തശ്ശിയുടെ കഷ്ടപ്പാട് അറിയാവുന്നത് കൊണ്ട്, അവന്റെ കയ്യിൽ വളരെയധികം പെൻസിലുകൾ ഉള്ളത് കൊണ്ട്, മാന്ത്രികനെ ഭയക്കുന്നതുകൊണ്ട്. മുത്തശ്ശിയുടെ കഷ്ടപ്പാട് അറിയാവുന്നത് കൊണ്ടാണ്. ചോദ്യം സി. സ്വപ്നത്തിൽ ഉണ്ണിക്കുട്ടന് സ്വർണ്ണ പെൻസിൽ നൽകിയത് ആര്? മുത്തശ്ശി, കാക്ക, പൂച്ച, മാന്ത്രികൻ. മാന്ത്രികനാണ്. ചോദ്യം ഡി. സ്വർണ്ണ പെൻസിൽ കൊണ്ട് വരച്ച പൂച്ച എന്താണ് ചെയ്തത്? ചുമരിൽ തന്നെ നിന്നു. ഉണ്ണിക്കുട്ടന്റെ കാലിൽ മുഖമുരസി. കരിക്കട്ടയെടുത്തു. മാന്ത്രികനെ വിളിച്ചു. ഉണ്ണിക്കുട്ടന്റെ കാലിൽ മുഖമുരസി. ചോദ്യം ഇ. ചിത്രത്തിൽ നിന്നും ഉണ്ണിക്കുട്ടന്റെ മുന്നിലേക്ക് എങ്ങനെയാണ് മാന്ത്രികൻ എത്തിയത്? പുകച്ചുരുൾ പോലെ, പൂച്ചയെ പോലെ, നേർത്ത മൂടൽ മഞ്ഞു പോലെ, കരിക്കട്ട പോലെ. നേർത്ത മൂടൽ മഞ്ഞുപോലെയാണ് മാന്ത്രികൻ മുന്നിലേക്ക് വന്നത്. പ്രവർത്തനം 2, താളത്തിൽ പാടാം, വരികൾ കൂട്ടിച്ചേർക്കാം. മാനത്തിൽ ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരിന്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ, കണ്ണാൽ ഞാൻ കണ്ടതല്ലയോ. കുയിൽ കൂകുന്നതുണ്ടെന്ന് ചൊന്നതാരിന്റെ കൺമണി, ആരും ചൊല്ലിയതല്ല, ഞാൻ ചെവിയാൽ കേട്ടതല്ലയോ. മുല്ലമുട്ട് വിരിഞ്ഞെന്ന് ചൊന്നതാരന്റെ കൺമണി. ബാക്കി വരികൾ മക്കളോട് കൂട്ടിച്ചേർക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുല്ലമുട്ട് വിരിഞ്ഞെന്നാണല്ലേ. അപ്പൊ എങ്ങനെയായിരിക്കും അറിയുന്നുണ്ടാവുക? മണത്തായിരിക്കും അല്ലെ. അപ്പൊ ആരും ചൊല്ലിയതല്ല, ഞാൻ മൂക്കാൽ മണത്തതാണല്ലോ. തേനിനു മധുരം എന്ന് ചൊല്ലിയതാരന്റെ കൺമണി, ആരും ചൊല്ലിയതല്ല, ഞാൻ എന്റെ നാവാൽ രുചിച്ചതാണല്ലോ. ഇങ്ങനെ വരികൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. പ്രവർത്തനം 3, കത്ത്. മൈക്കിൾ ജേക്കബിന്റെ സൈക്കിളിലേറി ചന്ദ്രനിലെത്തിയ കുട്ടിയെ ഓർക്കുന്നില്ലേ? മാനത്തെ ചന്ദ്രനെയും എടുത്ത് കുട്ടി താഴേക്ക് പോന്നു. ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിളും എടുത്ത് സവാരിക്ക് ഇറങ്ങി. സവാരിക്കിടയിൽ ഭൂമിയിൽ കണ്ട കാഴ്ചകളെ കുറിച്ച് ചന്ദ്രൻ തന്റെ സുഹൃത്തായ മേഘത്തിന് കത്തെഴുതി. എന്തൊക്കെയാകും കത്തിലെ വിശേഷങ്ങൾ? എഴുതി നോക്കൂ. കത്തെഴുതുമ്പോൾ ആദ്യം ഒരു ബോർഡ് വരയ്ക്കുക. എന്നിട്ട് സ്ഥലം, തീയതി എഴുതുക. പ്രിയപ്പെട്ട മേഘമേ, ഞാനിപ്പോൾ ഭൂമിയിലാണുള്ളത്. നമ്മുടെ ആകാശം പോലെയല്ല ട്ടോ ഭൂമി കാണാൻ. ഇവിടെ നിറയെ നീലക്കുന്നുകളും കടലും ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും കളകളം പാടുന്ന പുഴയും തോടും കുളവും അതിൽ നിറയെ മീനും മൈതാനത്ത് കളിക്കുന്ന കുട്ടികളും അങ്ങനെ ഒത്തിരി കാഴ്ചകളാണ്. എനിക്ക് ഇവിടം ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. നീയും ഒരിക്കൽ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണേണ്ടതാണ്. എന്നാൽ ഞാൻ നിർത്തട്ടെ. ആകാശത്തെ വിവരങ്ങൾ എന്നെ അറിയിക്കണേ എന്ന് സ്വന്തം ചന്ദ്രൻ. പ്രവർത്തനം 4 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി എഴുതിയാൽ മതി. ചോദ്യം 4ൽ എ ഡയറിയാണ്. ആബിദയെയും പട്ടൂസിനെയും ഓർമ്മയില്ലേ? ചരട് പൊട്ടിപ്പോയ പട്ടൂസ് മാനത്ത് കരഞ്ഞു നടന്നതും അമ്പിളിമാമൻ മേടക്കാറ്റിനെ ഫോൺ വിളിച്ചു വരുത്തിയതും മേടക്കാറ്റിന്റെ തോളത്തേറി പട്ടൂസ് ആബിദയുടെ അടുത്തെത്തിയതും ഓർമ്മയില്ലേ? ഈ സംഭവങ്ങളെല്ലാം ആബിദ തന്റെ ഡയറി കുറിപ്പിൽ എഴുതി. അവൾ എന്തൊക്കെയാവും എഴുതിയിട്ടുണ്ടാകുക? എഴുതി നോക്കൂ. ഡയറി എഴുതുമ്പോഴും ആദ്യം എന്ത് ചെയ്യുക? ബോർഡർ വരയ്ക്കുക. ദിവസവും തീയതിയും ഇട്ട് കൊടുക്കുക. ഇന്ന് ഞാൻ ശരിക്കും പേടിച്ചു.
പട്ടൂസിന്റെ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്. പറഞ്ഞത് കേൾക്കാതെ പട്ടൂസ് ഉയർന്നു പറഞ്ഞിട്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പട്ടൂസിന്റെ നൂല് പൊട്ടി അവൻ എങ്ങോട്ടോ പറന്നുയർന്നു. ഞാൻ വല്ലാതെ പേടിച്ചു. ഇനി എങ്ങനെയാണ് അവനെ തിരിച്ചു കിട്ടുക എന്നോർത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചു. മേടക്കാറ്റ് സഹായിച്ചില്ലെങ്കിൽ ഇന്ന് പട്ടൂസ് എന്റെ അടുത്തുണ്ടാവില്ലായിരുന്നു. കൃത്യസമയത്ത് കാറ്റിനെ വിവരം അറിയിച്ചത് അമ്പിളിമാമനാണ്. പട്ടൂസ് വിഷമിച്ചു നിൽക്കുന്നത് കണ്ടിട്ടാണ് അമ്പിളിമാമൻ അവനോട് കാര്യം തിരക്കിയത്. എന്തായാലും അമ്പിളിമാമനും മേടക്കാറ്റും ഉള്ളതുകൊണ്ട് പട്ടൂസിനൊരു കേടുപാടും പറ്റാതെ തിരിച്ചു കിട്ടി. നാലാമത്തെ പ്രവർത്തനത്തിലെ ബി ചോദ്യം യാത്രാവിവരണമാണ്. നീലഗിരി കുന്നിലൂടെ പൈതൃക തീവണ്ടിയിൽ യാത്ര ചെയ്ത അനുഭവം പാഠഭാഗത്തിൽ കൂട്ടുകാർ വായിച്ചറിഞ്ഞതാണല്ലോ. നേരിൽ കാണുന്നത് പോലെ എത്ര രസകരമായിരുന്നു ആ വിവരണം. ഇത്തരത്തിലുള്ള യാത്രാനുഭവങ്ങൾ കൂട്ടുകാർക്കും ഉണ്ടായിട്ടില്ലേ? കൂട്ടുകാരുടെ മറക്കാനാവാത്ത ഒരു യാത്രാനുഭവം വിവരണമായി എഴുതൂ. യാത്രകൾ എന്നും വിസ്മയങ്ങൾ നിറഞ്ഞ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു. ഞാനും എന്റെ കൊച്ചു കുടുംബവും വയനാട്ടിലേക്ക് ഒരു യാത്ര പോയിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഒരുങ്ങി. ബസ്സിലായിരുന്നു യാത്ര. അതിമനോഹരമായ കാഴ്ചകളായിരുന്നു. തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ കുന്നുകളും കാടിന്റെ പച്ചപ്പുകളും കണ്ണിന് കുളിർമയേകി. യാത്രക്കാർക്ക് കുളിരേകുന്ന കാഴ്ചയും കുളിർമയേകുന്ന കാലാവസ്ഥയും പകരുന്ന വയനാട് എന്നും സഞ്ചാരികളുടെ പറുദീസയാണ്. ബാണാസുര സാഗർ അണക്കെട്ട്, വയനാട് ടീ മ്യൂസിയം, ഏനൂര് ഗ്രാമം, വയനാട് വന്യജീവി സങ്കേതം, എടക്കൽ ഗുഹ, വയനാട് ഹെറിറ്റേജ് മ്യൂസിയം, സൂചിപ്പാറ വെള്ളച്ചാട്ടം ഇവയൊക്കെയാണ് ഞങ്ങൾ സന്ദർശിച്ചത്. രാത്രിയിൽ ഞങ്ങൾ റിസോർട്ടിൽ ക്യാമ്പ് ഫയറും പാട്ടും കളികളുമായി ഏറെ സന്തോഷിച്ചു. വയനാടിന്റെ തണുപ്പും പ്രകൃതി ഭംഗിയും ഈ യാത്രയെ മറക്കാനാവാത്ത ഒന്നാക്കി മാറ്റി. കണ്ടു തീർക്കാൻ ഇനിയും ഒരുപാടുണ്ട്. എങ്കിലും പ്രകൃതിയിൽ നിന്നും ആവാഹിച്ച പുതിയ ഊർജവുമായി ഞങ്ങൾ തിരിച്ചു ചുരമിറങ്ങി. ഈ യാത്ര എന്റെ മനസ്സിൽ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചു. അഞ്ചാമത്തെ പ്രവർത്തനവും എ അല്ലെങ്കിൽ ബി ആണ്. അതിൽ എ ചോദ്യം സംഭാഷണം എഴുതാം. മേടക്കാറ്റിന്റെ തോളിൽ കയറി ആബിദയുടെ അരികിൽ തിരികെ എത്തിയ പട്ടൂസിനും ആബിദയ്ക്കും പങ്കുവെക്കാൻ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവില്ലേ? എന്തൊക്കെയാവും അവർ സംസാരിച്ചിട്ടുണ്ടാവുക? എഴുതി നോക്കൂ. ആബിദ: പട്ടൂസെ, നീ വന്നോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. പട്ടൂസ്: ഞാൻ വന്നു, ഇനി ഇത്താത്ത പേടിക്കേണ്ട. ആബിദ: എന്താ നിനക്ക് പറ്റിയത് പട്ടൂസെ? പട്ടൂസ്: നൂല് പൊട്ടി ഞാൻ എവിടേക്കോ പറന്നുപോയി. താഴേക്ക് നോക്കിയപ്പോൾ മുഴുവനും ഇരുട്ടായിരുന്നു. ആബിദ: എന്നിട്ട് ആരാണ് നിന്നെ സഹായിച്ചത്? പട്ടൂസ്: എന്റെ വിഷമം കണ്ടപ്പോൾ അമ്പിളിമാമൻ വേഗം മേടക്കാറ്റിനെ വിളിച്ചു വരുത്തി. ആബിദ: എന്നിട്ടോ? മേടക്കാറ്റാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഭാഗ്യം, എന്തായാലും നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അഞ്ചാമത്തെ ചോദ്യത്തിലെ ബി ചോദ്യം കഥ പൂർത്തിയാക്കാം. ഇരുളൻ കാട്ടിലെ രാജാവാണ് സിംഹം. കാട്ടിലെ ജന്തുക്കൾ രാജാവിനോടൊരു സ്കൂൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. സിംഹം സമ്മതിച്ചു. തുള്ളൽ പാറയിലെ മടയിലാവാം സ്കൂൾ. ചിന്നൻ കുറുക്കൻ അഭിപ്രായപ്പെട്ടു. അത് ശരി, പക്ഷെ സ്കൂളിൽ ടീച്ചർമാര് വേണ്ടേ? കുഞ്ഞനുറുമ്പിന്റെ ചോദ്യം കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. ആരാണ് ടീച്ചർ ആവുക? ഓരോരുത്തരും തല പുകഞ്ഞാലോചിച്ചു. അപ്പോ ഹെഡ് മാസ്റ്റർ വേണ്ടേ? കടുവ കുഞ്ഞൻ ചോദിച്ചു. ഹാജർ പുസ്തകമില്ലാതെ പറ്റോ? കുയിലിന്റെ വേവലാതി ഉയർന്നു കേട്ടു. ഇതിന് ബാക്കിയായിട്ട് ബാക്കി കഥ എന്ത് വരുമെന്നാണ് നിങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത്. എങ്ങനെ വരും? ഇനി എന്ത് ചെയ്യും? എല്ലാവരും പരസ്പരം നോക്കി. നമുക്ക് കാനന പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ? മന്ത്രി കുരങ്ങച്ചൻ പറഞ്ഞു. അത് ശരിയാണ്. പരസ്യം കണ്ടാൽ ടീച്ചറും ഹെഡ്മാഷും എല്ലാം വരും. ഹാജർ പട്ടിക വാങ്ങാൻ കറുമ്പിക്കാക്കയെ വിടാം. സിംഹരാജൻ പറഞ്ഞു. കാട്ടിൽ എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇത്രയും ചോദ്യങ്ങളാണ് കേട്ടോ മക്കളെ നമ്മൾ ഈ ചോദ്യ പേപ്പറിൽ ചെയ്തു നോക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ഡയറി, കത്ത്, പിന്നെ കഥ പൂർത്തിയാക്കാം, വരികൾ, കവിതയുടെ വരികൾ പൂർത്തിയാക്കാം, പിന്നെ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു ഭാഗം തന്നിട്ട് അതിൽ നിന്നുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പാഠഭാഗം നല്ലതുപോലെ വായിച്ചു മനസ്സിലാക്കി പോവുക. മറ്റു വിഷയങ്ങളുടെ ചോദ്യ പേപ്പറുകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ചോദ്യ പേപ്പറുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പൊ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.